എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നൊരു പാട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു ഗസ് പറയാമോ? യെസ്. താങ്ക് യു സോ മച്ച് ഫോർ സേയിങ് ഇറ്റ് ലൗഡ്. ആരോമലേ എന്നുള്ള പാട്ട് AR റഹ്മാൻ എനിക്ക് വേണ്ടി തന്ന ആ പാട്ട് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. ഞാനപ്പോൾ ഈ ഒരു സമയത്ത് ആ പാട്ട് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ ബിഫോർ ദാറ്റ്, ആരോമലേ ഓ യു. ആരോമലേ ആരോമലേ മാമലയേറി വരും തെന്നൽ പുതുമണവാളൻ തെന്നൽ വള്ളിമേടയെ തൊട്ടു തലോടി കുരിശിൽ തൊഴുതു വരുമ്പോ വരവേൽപ്പിന് മലയാളക്കര മനസ്സമ്മതം ചൊരിയും. ആരോമലേ 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 ആരോമലേ
சித்தம் சுமங்கலி கமா மணவாட்டி
താങ്ക് യു. ഈ പാട്ട് വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2008 ഞാനിവിടെ ആദ്യമായിട്ട് വേൾഡ് യൂത്ത് ഡേയോട് അനുബന്ധിച്ച് സിഡ്നിയിൽ റെക്സ് ബാൻഡ് കൂടെ പാടാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്തിട്ട് ഭയങ്കര ബാക്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ വന്ന് തുടങ്ങിയ ഫസ്റ്റ് പ്രോഗ്രാം മുതൽ ഐ വാസ് ഹാവിങ് സിവിയർ പെയിൻ. കുറേ മെഡിസിൻസ് എല്ലാം എടുത്തു, പക്ഷെ ഒന്നും ഇതാവുന്നില്ല. എനിക്ക് ലാസ്റ്റ് ഫൈനലി ഞാൻ സ്റ്റേജിൽ എൻ്റെ 2 വിരലിൽ നമ്പായി, എനിക്കൊന്നും വായിക്കാനൊന്നും പറ്റുന്നില്ല. സ്റ്റേജിൽ ചെയർ കൊണ്ടുവന്നിടും, ഐ വിൽ കം ആൻഡ് ജസ്റ്റ് സിറ്റ് ദെയർ ആൻഡ് സിങ്. 1 മാസം ഒരു വിധത്തിലാണ് ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം തീർത്തത്. തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് പരിപാടി നിർത്തിക്കും, അല്ലെങ്കിൽ താൻ പാരലൈസ്ഡ് ആയി പോകും. അങ്ങനെ ലാലേട്ടൻ്റെ ആദ്യമായിട്ട് കിട്ടിയ പ്രൊജക്റ്റ് കെസനോവ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്കൊന്നൊരു കുറവുണ്ടാവുന്നില്ല. അങ്ങനെ ഇരിക്കെ പതുക്കെ ഒരു നിരാശയുടെ ചിന്തകൾ വരാൻ തുടങ്ങി. കാര്യം ദൈവം എല്ലാം അറിയുന്നു, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നെല്ലാം എനിക്കറിയാം. ബട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വൈഫിനും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടിരുന്ന വൈഫാണ്. സോ ഐ ഫെൽറ്റ് ലൈക്ക് വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ. ബിക്കോസ് ഞാൻ വേറെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല, ദൈവത്തിന് വേണ്ടി തന്നെ പാടാൻ വേണ്ടി വന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് ഈ പണി കിട്ടിയല്ലോ, എന്തിനാണ്? വൈ ദിസ് ഹാപ്പൻ ടു മീ? റിയലി എന്നെ ട്രബിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നു, യൂത്തിലൊക്കെ ഫ്രണ്ട്സ് വന്ന് കുറേ ബുക്സ് വായിക്കാൻ തന്നു. ഒരു റിട്രീറ്റിന് പോയി. ഇതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, God has a purpose, God has a plan for me. അതെന്ത് തന്നെയാണെങ്കിലും ദൈവത്തിന് നന്ദി പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ഹാപ്പൻസ്, നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും ചീത്തയാണെങ്കിലും അഭിവൃദ്ധിയാണെങ്കിലും താഴേക്ക് പോകുന്നതാണെങ്കിലും അവിടെയെല്ലാം നന്ദിയോടുകൂടി ആയിരിക്കാൻ, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ, എനിക്ക് പറ്റുന്നില്ലെങ്കിലും ഞാൻ ഐ സ്റ്റാർട്ടഡ് താങ്കിങ് ഗോഡ് ഫോർ എവറിഥിങ്, ഫോർ വാട്ട് എവർ ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ പതിയെ ഒരു എനർജി രൂപപ്പെടാൻ തുടങ്ങി. വളരെയധികം കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ളൊരു ശക്തി എനിക്ക് കിട്ടി. ഒരു വചനം കൂടി എനിക്ക് കിട്ടി, 1 Corinthians chapter 15 verse 19. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെപ്പോലൊരു വിഡ്ഢി ഈ ലോകത്തിൽ വേറെയില്ല. ദൈവം എന്നോട് പറയുന്ന പോലെ തോന്നി, നിനക്ക് 24 മണിക്കൂർ തന്നിട്ട് നിന്റെ ജീവിതത്തിൽ നിത്യജീവിതത്തിന് വേണ്ടി നീ എത്ര പെർസെൻറ്റേജ് നീ മാറ്റി വയ്ക്കുന്നുണ്ട്? ഹൗ മെനി hours you are keeping it for eternal life? എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ സമയമായിരുന്നു. എൻ്റെ ലൈഫിനെ മുഴുവനായിട്ട് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. നന്ദിയുടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ എൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായി. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ എവിടെ പോയാലും എന്തൊക്കെ പ്രോഗ്രാം ചെയ്താലും എവിടെ പാടാനായിട്ട് പോയാലും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കും. ഐ വോണ്ട് ടു ഷെയർ മൈ ലൈഫ് എക്സ്പീരിയൻസ്. അത് 10 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റ് ആണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും 1 hour ആണെങ്കിലും 2 hour ആണെങ്കിലും ഐ വിൽ ബി റെഡി ടു ഷെയർ ഗോഡ്സ് എക്സ്പീരിയൻസ്. ഇതൊരു തീരുമാനം ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സിനിമയൊന്നുമില്ല, പക്ഷെ ഞാൻ ഐ പുട്ട് മൈ ട്രസ്റ്റ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അവിടെ ഒരു വഴിമുട്ടി അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു വഴിമുട്ടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പായി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇറ്റ്സ് എ പൊസിഷൻ വേർ വി ഹാവ് ടു ടേക്ക് എ ഡീവിയേഷൻ. എന്തായാലും ദൈവം എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. ആ സമയത്താണ്, ദാറ്റ് വാസ് ദ ടൈം A.R. Rahman called me to sing this song, ആരോമലേ. ഞാൻ എന്നും വിശ്വസിക്കുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു പക്ഷേ A.R. റഹ്മാനേക്കാൾ വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ God will use that person. I believe that. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഈ പാട്ടിന് വന്നപ്പോൾ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ പടത്തിലുള്ള പാട്ടല്ല. റഹ്മാൻ സാറിന് ലാസ്റ്റ് തോന്നാണ്, ഐ നീഡ് ടു കമ്പോസ് 1 more song. ഡയറക്ടറോട് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഓക്കെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് പാട്ടില്ല, പക്ഷേ ഇഫ് യു ആർ കമ്പോസിങ് എ സോങ് വി വിൽ യൂസ് ഇറ്റ് ആസ് എ പ്രൊമോ സോങ്. യു നോ വാട്ട് ഹാപ്പൻഡ് ലേറ്റർ? ഡയറക്ടർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലി ചെന്നൈയിലെ ഫിലിം മാഗസിനിൽ വന്ന ന്യൂസ് പ്രകാരമാണ്
ഡയറക്ടർ ഗൗതം മേനോൻ റീറോട്ട് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്. ഒരു പാട്ടിന് വേണ്ടി തൻ്റെ തിരക്കഥ മാറ്റി എഴുതി. അങ്ങനെ ആ പടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സിൽ ഈ പാട്ടിന് പ്ലേസ് ചെയ്യുകയാണ് ഉണ്ടായത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും യാദൃശ്ചികം എന്നൊരു വാക്കില്ല, പിന്നെയോ എവറിത്തിങ് ഹാപ്പൻസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ജെറമിയ 29:11. അങ്ങനെ കേരളത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഞാൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഈവൻ ഹിന്ദിയിലെ ദിവാനാഥ എന്ന് പറഞ്ഞ സിനിമയിൽ പാടാനായിട്ട് അവസരം ലഭിച്ചു. AR റഹ്മാൻ്റെ കോൺസെർട്ട് ടൂർ 4 മാസത്തെ വേൾഡ് ടൂറിൽ ഞാനൊരു ഭാഗമായി. പക്ഷെ വേൾഡ് ടൂറിന് പോകുന്ന സമയത്ത് ഈശോ എന്നോട് പറയുന്ന പോലെ തോന്നി, ദിസ് ഈസ് നോട്ട് എ സെക്യുലർ ട്രിപ്പ്, ദിസ് ഇസ് എ മിഷൻ ട്രിപ്പ്. നിൻ്റെ കൂടെയുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയാൻ, നിന്നെ ദൈവ അനുഭവം പങ്കുവയ്ക്കാനായിട്ടാണ് ഈ ഒരു ട്രിപ്പ്. ഞാൻ തീരുമാനമെടുത്ത് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ ഞാൻ ഈ ട്രിപ്പിൻ്റെ സമയത്ത് ഞാൻ പോകും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കാര്യം എനിക്ക് സ്ഥലം അറിയത്തില്ല, ആൾക്കാരും അറിയത്തില്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാരും തന്നെ ഇങ്ങനെയുള്ളൊരു വിശ്വാസത്തിലുള്ളവരും അല്ല. പക്ഷേ ഫസ്റ്റ് ഡേയിൽ ഞാൻ ലോസ് ഏഞ്ചലസിൽ എൻ്റെ കയ്യിൽ നിന്ന് $1 കൊടുത്ത് ഞാൻ പള്ളിയിൽ പോയി. ലോസ് ആഞ്ചലസിലെ പ്രോഗ്രാം കഴിഞ്ഞ് വാഷിങ്ടണിലേക്ക് പോകാനുള്ള സമയമായപ്പോഴത്തേക്കും ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എനിക്കറിയത്തില്ല ആരെയും അവിടെ. പക്ഷെ അന്ന് ഒരു മലയാളി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തൻ്റെ മുഖം നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അൽഫോൺസ് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിനോ ഇവിടെ എന്ത് വന്നാൽ? ഞാൻ റഹ്മാൻ സാറിൻ്റെ ഷോയ്ക്ക് വന്ന. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? വാഷിങ്ടണിൽ എനിക്ക് ആരെയും അറിയത്തില്ല, എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പോകണം. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ പ്രോബ്ലം? ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയാൻ. ആ ഫ്രണ്ട് വന്നു എന്നെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യും, മാസിന് കൊണ്ടുപോകും. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ചേട്ടൻ അടുത്ത വേറൊരാളെ വിളിച്ച് പറയും. അങ്ങനെ 4 മാസക്കാലം AR റഹ്മാൻ്റെ ആ ഷോയിൽ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും ഡെയിലി മാസ് അറ്റൻഡ് ചെയ്യാനും ആ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരോടും എൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ഉണ്ടാവും. ഇതില്ലാത്ത ഒരാളും ലോകത്തിലില്ല. ഒരുപക്ഷെ ലോകം മുഴുവൻ ഇടിഞ്ഞു മറിഞ്ഞ് എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള വേദനയിലൂടെ പോലും നമ്മൾ കടന്നു പോകാം. എന്നാൽ that is not the end of it. Put our trust in God. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും. That is a promise. ഈ സമയത്ത് ഞാൻ ആദ്യം തുടക്കത്തിൽ പാടിയൊരു പാട്ട് വീണ്ടും ഞാനൊന്ന് അതിൻ്റെ 4 വരി പാടാൻ ആഗ്രഹിക്കുകയാണ്. Let it be a time of blessing. ഒരുപക്ഷെ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ അതിലൊന്നും അതിനേക്കാൾ അപ്പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, just give yourself to God. ആ വ്യക്തി ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരിക്കട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. And I pray that this song may be a blessing to all the people who are gathered here. കരുണാമയനേ കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീയാഴിയിൽ എൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയ എന്നും ജീവനാണേ, നിൻ കൃപ എന്നും ആശ്രയമേ.
മാത്രമാണേ യേശു